size it? This is a car. ഹായ്, ഡ്രീംസും വീൽസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് പോകുന്നത് നമ്മുടെ ഒരു കൂട്ടുകാരൻ്റെ വണ്ടി ഡെലിവറി എടുക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ ഏതാണ് വണ്ടി, എങ്ങനെയാണെന്നെല്ലാം നമുക്ക് പോകുന്ന വഴിയെ കാണാം. ആദ്യം പോകുന്നത് കൊല്ലം ടൊയോട്ടയുടെ ഷോറൂമിലേക്കാണ്. അപ്പോൾ പോകുന്ന വഴി തന്നെ നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ഇൻവീഡിയോയുടെ പുതിയ ക്യാമറയും കാര്യങ്ങളെല്ലാം. ഞാനും വണ്ടിയുടെ ഓണറും പിന്നെ കൂടെ 2 ഫ്രണ്ട്സും ഉണ്ട്. നമ്മളിപ്പോൾ ഓയിലെല്ലാം കഴിഞ്ഞ് കൊട്ടിയത്തേക്ക് പോവുകയാണ്. മൈലക്കാട് ഇറക്കമെല്ലാം കഴിഞ്ഞ് കൊട്ടിയത്തേക്ക് പോവാണ്. മൈലക്കാട് ഇറക്കം പണ്ടേ ഒരു ഭംഗിയാണ് കാണാൻ. കൊട്ടിയം കഴിഞ്ഞ് കുറച്ച് മുന്നോട്ട് പോകുമ്പോഴത്തേക്ക് ഇടത് സൈഡിലായിട്ടാണ് നമ്മുടെ ടൊയോട്ടയുടെ ഷോറൂം. അപ്പോൾ എന്തായാലും നമുക്ക് ഷോറൂമിനകത്ത് കയറിയിട്ട് വണ്ടിയുടെ ഡീറ്റെയിലും കാര്യങ്ങളും ഒക്കെ നമുക്കറിയാം. വണ്ടിയെക്കുറിച്ചും കാര്യങ്ങളെല്ലാം നമ്മുടെ ഓണറിനോട് തന്നെ നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാം. അകത്തോട്ട് നമ്മൾ എടുക്കാൻ പോകുന്ന വണ്ടി കൊല്ലം ജില്ലയിലെ തന്നെ ടോപ്പ് വേരിയൻറ്റിലെ ഫസ്റ്റ് വണ്ടിയാണെന്നൊക്കെയാണ് പറയുന്നത്. എന്തായാലും നമുക്ക് ഉള്ളിലോട്ട് കയറി തന്നെ മനസ്സിലാക്കാം. എന്തായാലും ഇവരുടെ സർവീസും കാര്യങ്ങളൊക്കെ വളരെ നല്ലത് തന്നെയാണ്. വരുന്ന കസ്റ്റമേഴ്സിനോട് ആദ്യം തന്നെ ഡീൽ ചെയ്യുന്നുണ്ട്. കാര്യങ്ങളെല്ലാം ഓക്കെ ആയിരുന്നു. തുമ്പി എന്നിട്ട് ബസ്സാണല്ലോടാ എന്നെ പോരണ മാപ്പ് കാണും. മലയാളി ഇതാണ്. അസ്ലമേ വണ്ടിയെ കുറിച്ച് 2 വാക്ക് പറയാം. ഗ്ലാൻസ് ആണ് എടുക്കാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ എന്തുകൊണ്ടാണ് ഗ്ലാൻസ് എടുക്കാൻ ഉദ്ദേശിച്ചത്? മോനെ കുറച്ച് ചോറിട്ടെ. ആയിക്കോട്ടെ. ഓ ചേട്ടാ കുറച്ച് ചോറിട്ടെ. വേണ്ട. ലേശം മോരൊഴിച്ച് കഴിക്കാനായിട്ട് വേണ്ടെന്ന്. ഡിലേ ആണ്. ഓക്കെ, അവന് ടൊയോട്ടയുടെ 2 വണ്ടിയുണ്ട്, അതുകൊണ്ടാണ്. ടൊയോട്ടയുടെ 2 വണ്ടി അവനുണ്ട്, അതുകൊണ്ടാണ് അവനിങ്ങനെ പറയുന്നത്. എപ്പോഴും വന്നാലും ഇതാണ് ഡിലേ. അപ്പോൾ അവന് 2 വണ്ടി ഉണ്ടായിട്ട് വീണ്ടും ടൊയോട്ട തന്നെ എടുക്കാൻ ഉദ്ദേശിച്ചതിൻ്റെ കാരണം സർവീസ് തന്നെ കുഴപ്പമില്ല. മാരുതി വെച്ച് നോക്കുമ്പോൾ മലയാളം എടുക്കുന്നതിനേക്കാളും സർവീസ് ബെറ്റർ ആണെന്നാണ് എല്ലാവരുടെയും അഭിപ്രായം. ലുക്ക് വൈസ് എനിക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ടത് അത് തന്നെയാണ്. അതുകൊണ്ടാണ് ഇന്ത്യയിലെല്ലാം സെയിം തന്നെ. പക്ഷെ ഗ്ലാൻസ് എന്ന് പറയുമ്പോൾ മറ്റേതിനെക്കുറിച്ച് വ്യത്യസ്തമായ വ്യത്യാസമുണ്ട്. ആയിട്ട് തോന്നിയിട്ടുണ്ട്. ഒന്നുമില്ല, സെയിം ഫീച്ചർ തന്നെ, ഒരു വ്യത്യാസമില്ല. അപ്പോൾ ചായയൊക്കെ വന്നിട്ടുണ്ട്.
നോമ്പായതുകൊണ്ട് ചുമ്മാ കരക്കിട്ട് കളയാൻ വേണ്ടി വെച്ചേക്കാണ്. ഇത് എത്ര നാളായി അസ്ലാമ ബുക്ക് ചെയ്തിട്ട് വണ്ടി? എത്ര ഉണ്ട് ഡിലേ? എത്ര ഉണ്ട്? നമുക്ക് ആദ്യം ആയതുകൊണ്ട് ഇപ്പൊ കിട്ടി. ഇനിയുള്ളതിനൊക്കെ ബുക്ക് ചെയ്യുന്നുണ്ട്, ഇതുണ്ടെന്നാ വെയിറ്റിംഗ് പീരീഡ് ഉണ്ടെന്നാണ് പറയുന്നത്. ചോദിച്ചിട്ടില്ല. ഓക്കെ, വണ്ടി ഇപ്പൊ ചോദിച്ചു മനസ്സിലാക്കേ. അത് തന്നെ ഓക്കെ. 2 വണ്ടിയുള്ള താങ്കൾക്ക് വല്ലോ ഇല്ല? വണ്ടികളെന്നും വീക്ക്നെസ് ആയ അജ്മൽ തുമ്പിക്ക് വല്ലതും പറയണ്ടടാ? ഒന്നും പറയാലോ അതിന്. കൊല്ലം ജില്ലയിലെ ആദ്യത്തെ വണ്ടിയാണെന്നാണ് പറയുന്നത്. അസ്ലാമ, കൊല്ലം ജില്ലയിലെ ഫസ്റ്റ് വണ്ടിയാണോടാ? ആദ്യത്തെ വണ്ടിയാണ്. അപ്പം നമ്മളെ പിടിച്ച് നിർത്താൻ വേണ്ടി സമാധാനിപ്പിക്കാൻ വേണ്ടി പറഞ്ഞോ അറിയത്തില്ല. മോഡൽ വന്നിട്ടില്ല, വേറെ വരുന്ന ഫസ്റ്റ് വണ്ടി എനിക്ക് ഓക്കെ. അതെ, അപ്പോൾ അദ്ദേഹം പറഞ്ഞതിൻ്റെ അറിവ് വെച്ചിട്ട് പറയാണ്, കൊല്ലം ജില്ലയിലെ ടോപ്പ് വേരിയന്റ് ഫസ്റ്റ് വണ്ടി ഗ്ലാൻസ വൈറ്റ്. വേറെ കളർ വന്നിട്ടുണ്ടോ വണ്ടി? ഓക്കെ. അപ്പം നമ്മളെ വണ്ടി ഇതുവരെ എത്തിയിട്ടില്ല. വണ്ടിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. വണ്ടി അസ്ലാം ആദ്യമായിട്ടാണ് വണ്ടി ഡെലിവറി എടുക്കുന്നത്. ഫസ്റ്റ് വണ്ടി ഫ്രഷ്, ബാക്കിയെല്ലാം സെക്കൻഡാണ്. ഓക്കെ. പക്ഷെ അപ്പോൾ ഡെലിവറി എടുക്കുന്നത് ഫസ്റ്റാണ്. വണ്ടിയുടെ വില 919. പിന്നെ ഇൻഷുറൻസ്, റോഡ് ടാക്സ്, വാറണ്ടി അത് എടുത്തിട്ട് 5 വർഷത്തേക്കാണ്. 5 വർഷം. 1,00,000 കിലോമീറ്റർ. 5 വർഷം അല്ലെങ്കിൽ 1,00,000 കിലോമീറ്റർ. 220 വരെ നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്യാം. എമൗണ്ട് വ്യത്യാസം വരും. 2,20,000 കിലോമീറ്റർ നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്യും. അപ്പൊ നമ്മളെ വണ്ടി വന്നിരിക്കുകയാണ്. വണ്ടി കാണാം. നമ്മുടെ വണ്ടി അതല്ല, നമ്മുടെ വണ്ടി ഇതാണ്, ടൊയോട്ട ഗ്ലാൻസ. കൊല്ലം ജില്ലയിലെ തന്നെ ആദ്യത്തെ വൈറ്റ് ടോപ്പ് വേരിയന്റ് വണ്ടി ഇത് തന്നെയാണെന്നാണ് അവർ പറയുന്നത്. ഈ സെയിം മോഡൽ തന്നെയാണ് ബലേനോയ്ക്കും വരുന്നത്. പക്ഷേ പവർ കാര്യങ്ങളൊക്കെ നോക്കുമ്പോഴത്തേക്ക് കുറച്ചുകൂടെ ബെറ്റർ ഗ്ലാൻസ് തന്നെയാണ്. വണ്ടിയുടെ ലുക്കും കാര്യങ്ങളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അടിപൊളിയാണ്. എന്തായാലും വണ്ടിയുടെ ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം. This is a car.
നിന്റെ 2 വണ്ടി ഓടിച്ചിട്ട് എന്താ വ്യത്യാസം എന്തെങ്കിലും തോന്നുന്നുണ്ടോ? വണ്ടിയുടെ അത്രയും വരത്തില്ല ഈ വണ്ടി. വരത്തില്ല. എത്ര ആള് കഴിഞ്ഞാലും അങ്ങനെ. ഓ നമ്മളെ പിക്കപ്പിന് ഡോറിന് അങ്ങ് തുറന്നു. മോണിറ്ററൊക്കെ എന്തെങ്കിലും തോന്നുന്നുണ്ടോ? കാർ എഞ്ചിൻ ഔട്ട് കംപ്ലീറ്റ്ലി. പായി നോക്കിക്കാതെ എന്തെങ്കിലും പണിയെടുക്കടാ. നമ്മൾ കഠിനമായി അധ്വാനിക്കുന്നവരാണെന്ന് പറഞ്ഞ് തോന്നി കിട്ടിയാൽ മതി, നമ്മൾ രക്ഷപ്പെട്ടു. ആ സ്പാനർ ചുറ്റിയിലൊക്കെ എടുക്ക. അക്സസറീസിന്റെ കൂടെ ചേർത്ത് ശ്രമിക്കുന്നു. ആർസി വരുമ്പോൾ ആർസി കൂടെ ആർസിയുടെ കോപ്പി അല്ലെങ്കിൽ പിന്നെ നമ്മുടെ ഇത് നമ്മുടെ എയർ ബാങ്കിന്റെ ഇതാണ്. ഫ്രണ്ടിൽ 2 പേരും സേബിളിൽ നിർബന്ധമായിട്ട് ഇരിക്കുക, എന്നാൽ അത് എയർ ബാഗ് വർക്ക് ചെയ്തോളൂ. അതുകൊണ്ട് ഇതാണ്. അതിൽ മറ്റേ നമ്മുടെ സൈലന്റ് കേട്ടോണ്ടിരിക്കും വണ്ടി. ചെക്കൻ്റെ വീടും ആധാരമൊക്കെ എഴുതി മേടിക്കുമെന്നാണ് തോന്നുന്നത്. എന്തായാലും എല്ലാം ഒപ്പിട്ട് കൊടുത്തിട്ടുണ്ട് ചെക്കൻ. എന്തായാലും വണ്ടി എടുത്തല്ലേ ഉള്ളൂ, ഫുൾ ടാങ്ക് അടിക്കാമെന്ന് വിചാരിച്ച്. പണം പോട്ടെ പവർ വരട്ടെ അല്ലേ. ഇപ്പോഴത്തെ പെട്രോളിൻ്റെ വില അനുസരിച്ച് പണവും പവറും പോകുമെന്നാണ് തോന്നുന്നത്. വണ്ടിയുടെ ഇൻറ്റീരിയർ വൈസ് നോക്കിക്കഴിഞ്ഞാൽ അടിപൊളിയാണ്. ഡിസ്പ്ലേ ആയാലും ക്യാമറ ആയാലും എല്ലാം നല്ല പക്കായാണ്. ഇനി നമുക്ക് വണ്ടി ഓടുന്ന കുറച്ച് വീഡിയോയും കാര്യങ്ങളൊക്കെ കാണാം.